അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 10 തിങ്കളാഴ്ച. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെ എല്ലാ മതങ്ങളിൽ നിന്നുള്ളവർക്കും RSSൽ ചേരാമെന്നും എന്നാൽ മതപരമായ വേർതിരിവ് മാറ്റിവെച്ച് ഏകീകൃത ഹിന്ദു സമൂഹത്തിലെ അംഗങ്ങളായി ചേരണമെന്നും RSS തലവൻ മോഹൻ ഭാഗവത്. ശാഖകളിൽ പങ്കെടുക്കുന്ന ആരോടും RSS ജാതിയോ മതമോ ചോദിക്കാറില്ലെന്നും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ശാഖയിൽ വന്നാൽ അവരോടാരോടും ഞങ്ങൾ മതം ചോദിക്കില്ലെന്നും അവരെല്ലാം ഭാരതാംബയുടെ മക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും RSS പിന്തുണയ്ക്കുന്നില്ലെന്നും ദേശീയ താൽപര്യമനുസരിച്ചുള്ള നയങ്ങളെയാണ് പിന്തുണയ്ക്കുന്നതെന്നും വോട്ട് രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും RSS പങ്കെടുക്കുന്നില്ലെന്നും സമൂഹത്തെ ഒന്നിപ്പിക്കുകയാണ് RSSന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രീയം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതാണെന്നും അതിനാലാണ് RSS രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. ബാംഗ്ലൂരിൽ നടന്ന പ്രഭാഷണ പരമ്പരയിലാണ് മോഹൻ ഭാഗവത് നയം വ്യക്തമാക്കിയത്. ശബരിമലയിൽ നിന്ന് മാരീജന്മാരെ മാറ്റി നിർത്തുമെന്ന് നിയുക്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ഓരോരുത്തരുടെയും ചുമതലകൾ നിർവചിച്ച് നൽകുമെന്നും അവരവരുടെ ജോലികൾ മാത്രമേ ചെയ്യുന്നുള്ളൂവെന്ന് ഉറപ്പാക്കുമെന്നും തീർത്ഥാടകരുടെ ക്ഷേമത്തിനാകും മുൻഗണനയെന്നും ജയകുമാർ പറഞ്ഞു. എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംഭവം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും സംഭവം സംബന്ധിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള CPM ശ്രമമാണിതെന്നും കുട്ടികൾ ഗണഗീതം പാടിയതിൽ തെറ്റില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഗാനത്തിന്റെ ഒരു വാക്കിൽ പോലും RSSനെ പരാമർശിക്കുന്നില്ലെന്നും ദേശഭക്തിയാണ് ഗാനത്തിന്റെ ആശയമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരതിൽ സ്കൂൾ വിദ്യാർത്ഥികൾ RSS ഗണഗീതം പാടിയ സംഭവത്തിൽ പ്രതികരണവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സംഗീതം ആസ്വദിക്കാനുള്ളതാണെന്നും തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കുട്ടികളുടെ പാട്ട് ആഘോഷത്തിന്റെ ഭാഗമാണെന്നും അതിന്റെ പേരിൽ വിവാദമുണ്ടാക്കേണ്ടതില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. K. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ വിമർശനവുമായി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. K. സുധാകരൻ പങ്കെടുത്ത പരിപാടിയിലാണ് ശിവഗിരി മഠാധിപതിയുടെ വിമർശനം. ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലാണ് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്നും എന്നാൽ ദേശീയ അധ്യക്ഷനേക്കാൾ ആരോഗ്യം സുധാകരനുണ്ടെന്നും സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് പ്രസവത്തിന് പിന്നാലെ മരിച്ചത്. അണുബാധയെ തുടർന്നായിരുന്നു മരണമെന്നാണ് ആരോപണം. ആരോഗ്യവതിയായി ആശുപത്രിയിലെത്തിയ ശിവപ്രിയയുടെ മരണത്തിന് കാരണം ആശുപത്രിയുടെ വീഴ്ചയാണെന്നും ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് ശിവപ്രിയക്കേറ്റ അണുബാധയ്ക്ക് കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതേസമയം വീട്ടുകാർ നന്നായി രോഗിയെ ശ്രദ്ധിക്കാത്തതാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മരണത്തിന് പിന്നാലെ മരിച്ച ശിവപ്രിയയുടെ 2 കുട്ടികളുമായി കുടുംബം ആശുപത്രിക്ക് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ യുവതി അണുബാധ മൂലം മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കരിക്കകം സ്വദേശിനിയുടെ മരണത്തിൽ തിരുവനന്തപുരം SAT ആശുപത്രിക്കെതിരെയുള്ള ബന്ധുക്കളുടെ പരാതിയിൽ പ്രത്യേക ടീമിനെ വെച്ച് അന്വേഷണം നടത്തി 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആരോഗ്യമേഖലയെ ആളെക്കൊല്ലി സംവിധാനമാക്കിയെന്ന ആരോപണവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വേണുവും ശിവപ്രിയയും ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയുടെ രക്തസാക്ഷികളാണെന്നും 2 കുടുംബങ്ങൾക്കും സർക്കാർ നീതി ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊല്ലം സ്വദേശി വേണു മരിച്ചതിൽ ചികിത്സാ വീഴ്ചയില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വിലയിരുത്തൽ. കേസ് ഷീറ്റിൽ പോരായ്മകൾ ഇല്ലെന്നും ചികിത്സ പ്രോട്ടോകോൾ പാലിച്ചതായും ആണ് രേഖകൾ. ചികിത്സയിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ഡോക്ടർമാർ മൊഴി നൽകി. അന്തിമ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രമുഖരെ അണിനിരത്തി ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക. ആദ്യഘട്ടത്തിൽ 67 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ശാസ്തമംഗലം വാർഡിൽ മുൻ DGP R. ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പാളയത്ത് മുൻ കായിക താരവും സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിയുമായ പത്മിനി തോമസും VV രാജേഷ് കൊടുങ്ങന്നൂർ വാർഡിലും മത്സരിക്കും. തിരുവനന്തപുരത്ത് NDAയിൽ ഭിന്നത. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് BDJS. 20 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തും എന്നാണ് BDJS പ്രഖ്യാപിച്ചിരിക്കുന്നത്. BJP മുന്നണി മര്യാദ പാലിച്ചില്ലെന്നാണ് BDJS വിമർശനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി റിലയൻസ് മേധാവി മുകേഷ് അംബാനി. ഇന്നലെ രാവിലെയാണ് മുകേഷ് അംബാനി ഗുരുവായൂരിലെത്തിയത്. ദേവസ്വം ആശുപത്രി നിർമ്മാണത്തിന് ആദ്യ സഹായമായി 15 കോടി രൂപ കൈമാറി. ഗുജറാത്തിൽ റിലയൻസ് ഉടമസ്ഥയിലുള്ള വൻതാരയുടെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകാൻ അവസരം ഒരുക്കാമെന്നും മുകേഷ് അംബാനി ഉറപ്പു നൽകി. കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യുവനിരയുമായി കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക. 21 വയസ്സുള്ള 2 വനിതകളടക്കം 9 സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതാവ് VS ശിവകുമാറാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. നിയമ വിദ്യാർത്ഥിനികളായ KS ആർച്ച, ജയലക്ഷ്മി എന്നിവരാണ് 21കാരായ സ്ഥാനാർത്ഥികൾ. മന്ത്രി KB ഗണേഷ് കുമാറിനെ പുകഴ്ത്തിയ കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അബ്ദുൽ അസീസിനെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. തലച്ചിറയിൽ നടന്ന റോഡ് ഉദ്ഘാടന വേദിയിൽ ഗണേഷ് കുമാറിനെ വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കണമെന്ന് അസീസ് ആഹ്വാനം ചെയ്തിരുന്നു. ആര് വാഴണമെന്നും വീഴണമെന്നും തീരുമാനിക്കുന്നതിൽ സഭയ്ക്കും പങ്കുണ്ടെന്നും മതപരിവർത്തനം ആരോപിച്ച് തങ്ങളെ പീഡിപ്പിക്കുന്നവർ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ആൻഡ്രൂസ് താഴത്ത്. കേരളത്തിൽ നിന്നുള്ള അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ ഇന്നു മുതൽ സർവീസ് നിർത്തിവെക്കുന്നു. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ അന്യായ നികുതിയിൽ പ്രതിഷേധിച്ചാണ് കോൺട്രാക്ട് കാരിയേജ് ബസ് സർവീസുകൾ ഇന്നു മുതൽ ബസ് സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിക്കുന്നത്. കേരളത്തിൽ നിന്നും ബാംഗ്ലൂരുവിലേക്കും ചെന്നൈയിലേക്കുമടക്കം സർവീസ് നടത്തുന്ന സ്ലീപ്പർ, സെമി സ്ലീപ്പർ, ലക്ഷറി ബസ്സുകളാണ് സർവീസ് നിർത്തിവെക്കുന്നത്. ആലപ്പുഴയിലെ ഭർതൃ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തതിൽ ആരോപണവുമായി കുടുംബം. കൊല്ലം സ്വദേശി രേഷ്മയുടെ മരണത്തിന് പിന്നിൽ ഭർത്താവും വീട്ടുകാരുമാണെന്ന് ബന്ധുക്കൾ പറയുന്നു. 29കാരിയുടെ കുറിപ്പും ഫോൺ സംഭാഷണവും തെളിവായി നിരത്തി നിയമപോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബം. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ പല സ്ഥലങ്ങളിലും പരമ്പരാഗത ടാക്സി ഡ്രൈവർമാർ തടയുന്നതിൽ രൂക്ഷമായി പ്രതികരിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഗുണ്ടായിസം നടത്തുന്നവരെ സർക്കാർ ശക്തമായി നേരിടുമെന്നും അക്രമികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും മന്ത്രി നമസ്തേ കേരളത്തിൽ പറഞ്ഞു. ഊബറും ഓലയുമെല്ലാം സംസ്ഥാനത്ത് നിയമവിരുദ്ധമായാണ് ഓടുന്നത് എന്ന മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന തർക്കങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു. ഇതിലും മന്ത്രി വ്യക്തത വരുത്തി. സർക്കാരിനെതിരായ വിമർശനം അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനുള്ള കാരണമല്ലെന്ന് ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും നേരിട്ട് നൽകുന്നതാണ് നല്ലതെന്നും പോസ്റ്റ് ചെയ്ത എറണാകുളം അയ്യമ്പള്ളി സ്വദേശി S. മനുവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് VG അരുണിന്റെ ഉത്തരവ്. ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ടെന്നും ചിന്തിക്കാനും പ്രതികരിക്കാനുമുള്ള അവകാശം പ്രധാനമാണെന്നും വിധിയിൽ കോടതി വ്യക്തമാക്കി. കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃതം വിഭാഗം മേധാവിക്കെതിരെ കേസ്. വിജയകുമാരിക്കെതിരെ ശ്രീകാര്യം പോലീസ് കേസെടുത്തു. കാര്യവട്ടം ക്യാമ്പസിലെ SFI നേതാവും ഗവേഷകനുമായ വിപിൻ വിജയൻ നൽകിയ പരാതിയിലാണ് കേസ്. SC/ST നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അധ്യാപിക ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയും തിസീസിൽ ഒപ്പിടുകയും ചെയ്തില്ലെന്നാണ് വിദ്യാർത്ഥിയുടെ പരാതി. ലെസ്ബിയൻ പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനായി 6 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്തി അമ്മ.
3 കുട്ടികളുടെ മാതാവും തൊട്ടയൽപ്പക്കത്ത് താമസിക്കുന്ന 22-കാരിയും തമ്മിലുള്ള ബന്ധമാണ് കുട്ടിയെ കൊലപ്പെടുത്തുന്നതിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട്. മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവിന്റെ സംശയങ്ങളാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ചെന്നൈയിലെ കൃഷ്ണഗിരി ജില്ലയിലെ ചിന്നാതി ഗ്രാമത്തിൽ നടന്ന സംഭവത്തിൽ ഭാരതി, സുമിത്ര എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. BJPയുടെ മുതിർന്ന നേതാവ് LK അദ്വാനിയുടെ 1990-ലെ രഥയാത്രയെ ന്യായീകരിച്ച് ശശി തരൂർ, അദാനിയുടെ നീണ്ട വർഷത്തെ സേവനത്തെ എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു സംഭവത്തിലേക്ക് മാത്രം ചുരുക്കുന്നത് ശരിയല്ലെന്നാണ് തരൂരിന്റെ അഭിപ്രായം. എന്നാൽ തരൂർ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണെന്നും കോൺഗ്രസ് അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്നുവെന്നും ഒരു കോൺഗ്രസ് MPയും വർക്കിംഗ് കമ്മിറ്റി അംഗവുമെന്ന നിലയിൽ അദ്ദേഹം അത് തുടരുന്നത് കോൺഗ്രസിന്റെ മാത്രം പ്രത്യേകതയായ ജനാധിപത്യവും ഉദാരതയുമാണ് കാണിക്കുന്നതെന്നും പവൻ ഖേര എക്സിൽ കുറിച്ചു. മധ്യപ്രദേശിലെ പഞ്ച്മറിയിൽ DCC പ്രസിഡന്റുമാർക്കുള്ള പരിശീലന ക്യാമ്പിൽ വൈകിയെത്തിയ രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ച് ക്യാമ്പ് മേധാവി സച്ചിൻ റാവു. ക്യാമ്പിന് വൈകി വരുന്നവർ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന തന്റെ മുൻ നിർദ്ദേശം സച്ചിൻ റാവു ഓർമ്മിപ്പിച്ചതോടെ രാഹുൽ ഗാന്ധി ക്യാമ്പിലെത്തിയ പ്രതിനിധികൾക്ക് മുന്നിൽ 10 തവണ പുഷപ്പ് എടുത്തു. പ്രതിനിധികൾ നിറഞ്ഞ കരഘോഷത്തോടെയാണ് ഇതിനോട് പ്രതികരിച്ചത്. പരിശീലന ക്യാമ്പിൽ സമയനിഷ്ഠ പാലിച്ച് പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ശിക്ഷ നടപ്പാക്കിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. ബീഹാർ ജനത 2ാം ഘട്ട വോട്ടെടുപ്പിനായി നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കെ ഇരു മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 160-ലധികം സീറ്റുകൾ നേടി NDA വമ്പൻ വിജയം നേടി അധികാരത്തിൽ തുടരുമെന്ന് അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വോട്ട് കൊള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ചോദ്യങ്ങൾ കടുപ്പിച്ച് കോൺഗ്രസ്. ബീഹാർ 1ാം ഘട്ട വോട്ടെടുപ്പിന് മുമ്പ് 3-ാം തീയതി ഹരിയാനയിൽ നിന്നും ബീഹാറിലേക്ക് 4 പ്രത്യേക ട്രെയിനുകൾ എന്തിന് പോയെന്ന ചോദ്യമാണ് കപിൽ സിബൽ ഉയർത്തുന്നത്. ഈ ദിവസങ്ങളിൽ 6000 പേരുമായി പോയ 4 സ്പെഷ്യൽ ട്രെയിനുകളിലുണ്ടായിരുന്നത് യഥാർത്ഥ വോട്ടർമാരാണോ അതോ എന്തെങ്കിലും പ്ലാൻഡ് ഓപ്പറേഷനാണോ എന്നും കപിൽ സിബൽ ചോദിച്ചു. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. 13,500 കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിയായ രത്ന വ്യാപാരി മെഹുൽ ചോക്സിയുടെ സ്വത്ത് ലേലം ചെയ്യാൻ കോടതി അനുമതി നൽകി. മെഹുൽ ചോക്സിയുമായി ബന്ധപ്പെട്ട ഗീതാഞ്ജലി ജെംസ് ലിമിറ്റഡിന്റെ ഉടമസ്ഥയിലുള്ള 46 കോടി രൂപ വില വരുന്ന വസ്തുവകകൾ ലേലം ചെയ്യാനാണ് മുംബൈയിലെ പ്രത്യേക കോടതി അനുമതി നൽകിയത്. മധ്യപ്രദേശിലെ ഷിയോപൂരിൽ കുട്ടികൾക്ക് നിലത്ത് പേപ്പറിട്ട് ഭക്ഷണം വിളമ്പിയ സംഭവത്തിൽ മുഖം രക്ഷിക്കാൻ BJP നേതാവും മുൻ മന്ത്രിയുമായ റാം നിവാസ് റാവത്ത് സ്കൂളിലെത്തുകയും കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇന്നലെ സ്കൂളിൽ അധികൃതർ സ്റ്റീൽ പ്ലേറ്റ് എത്തിച്ചിരുന്നു. കുറ്റക്കാരെ എല്ലാവരെയും സസ്പെൻഡ് ചെയ്തെന്നും ശക്തമായ നടപടി ഉറപ്പാക്കുമെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ 1 മുതൽ 19 വരെ നടക്കും. അവധി ദിനങ്ങൾ ഒഴിവാക്കിയാൽ 15 ദിവസം മാത്രമാണ് സഭ സമ്മേളിക്കുന്നത്. സഭാ സമ്മേളനത്തിന്റെ കാലാവധി വെട്ടിച്ചുരുക്കിയതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷം. വഴിപാട് സമ്മേളനമെന്നും കേന്ദ്ര സർക്കാർ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും കോൺഗ്രസ് വിമർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സംഘത്തിനും പാർലമെന്റോഫോബിയ എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പരിഹാസം. ജപ്പാനിലെ വടക്കൻ തീരപ്രദേശമായ ഇവാതെ മേഖലയിൽ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 6.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ഉണ്ടായത്. സമുദ്രത്തിനടിയിൽ 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജാപ്പനീസ് ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുഡാനിൽ നടന്ന കൂട്ടക്കൊലകളുടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. സുഡാനീസ് സൈന്യവുമായുള്ള 2.5 വർഷം നീണ്ട യുദ്ധത്തിനൊടുവിൽ അൽ ഫാഷിർ നഗരം പിടിച്ചെടുത്ത RSF സായുധ സംഘം 100 കണക്കിന് ആളുകളെയാണ് കൂട്ടത്തോടെ വകവരുത്തിയത്. ഒട്ടേറെ സാധാരണക്കാരെ
RSF സംഘം വളയുകയും മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയും പിന്നീട് വാഹനങ്ങൾ ഉപയോഗിച്ച് ചതച്ചരയ്ക്കുകയും ചെയ്തുവെന്ന് ഒരു ദൃക്സാക്ഷി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി. അതിർത്തി തർക്കം പരിഹരിക്കാൻ ഇസ്താംബുളിൽ നടന്ന പാക് അഫ്ഗാൻ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ താലിബാൻ രംഗത്ത്. അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ഭരണകൂടം ഉണ്ടായത് പാക് സൈന്യത്തിന് ദഹിക്കുന്നില്ലെന്ന് താലിബാൻ കുറ്റപ്പെടുത്തി. ചർച്ചകളിൽ പാകിസ്ഥാൻ ഉത്തരവാദിത്തമില്ലാത്തതും സഹകരിക്കാനാവാത്തതുമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും ഈ നിലപാടാണ് ചർച്ചകൾ പരാജയപ്പെടാൻ കാരണമായതെന്നും താലിബാൻ വക്താക്കൾ ആരോപിച്ചു. പാകിസ്ഥാനിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ കരസേനാ മേധാവി അസീം മുനീറിന് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. അസീം മുനീർ എല്ലാ സേനകളുടെയും തലവനാകും. പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രതിരോധ സേന മേധാവിയാകാൻ ജനറൽ അസീം മുനീറിനെ വഴിയൊരുക്കുകയാണ് പാകിസ്ഥാൻ. 3 സേനകൾക്കിടയിലും ഏകോപനം ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കം. ഇന്ത്യയിലേക്ക് ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നതിനായി പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ കീഴിൽ പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട്. രഹസ്യാന്വേഷണ ഏജൻസി വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTVയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഗുജറാത്തിൽ ISIയുമായി ബന്ധമുള്ള 3 ഭീകരരെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്താൻ ശ്രമിച്ച ഇവരെ കഴിഞ്ഞ 1 വർഷമായി നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്ന് ATS അറിയിച്ചു. പോലീസ് പിടിക്കാതിരിക്കാൻ അമിത വേഗതയിൽ പാഞ്ഞ കാർ ബാറിലേക്ക് ഇടിച്ചു കയറി അമേരിക്കയിൽ 4 പേർ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. ഫ്ലോറിഡയിലെ ടാമ്പ നഗരത്തിൽ ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്തെന്ന വിവാദത്തെ തുടർന്ന് BBC ഡയറക്ടർ ജനറൽ ടിം ഡേവിയും ന്യൂസ് CEO ഡെബോറ ടർണസും രാജിവെച്ചു. 20 വർഷത്തെ സേവനം അവസാനിപ്പിച്ചാണ് ടിം ഡേവി BBC വിടുന്നത്. BBC ഡയറക്ടർ ബോർഡ് ഇരുവരുടെയും രാജി തീരുമാനം അംഗീകരിച്ചു. 2021 ജനുവരിയിലെ ക്യാപിറ്റൽ ഹിൽ കലാപത്തെ ട്രംപ് പ്രോത്സാഹിപ്പിച്ചുവെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ട്രംപിന്റെ 2 വ്യത്യസ്ത പ്രസംഗങ്ങളിലെ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കി കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇരുവരുടെയും രാജി. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച ടൊർണഡോയിൽ തെക്കൻ ബ്രസീലിൽ 6 പേർ കൊല്ലപ്പെട്ടു. 750-ലേറെ പേർക്കാണ് അസാധാരണ ശക്തിയോടെ വീശിയടിച്ച ടൊർണഡോയിൽ പരിക്കേറ്റത്. ചരിത്രത്തിൽ ഏറ്റവുമധികം നാശനഷ്ടമുണ്ടാക്കിയ ടൊർണഡോ എന്നാണ് പരാന ഗവർണർ റെദീനോ ജൂനിയർ കൊടുങ്കാറ്റിനെ വിശേഷിപ്പിച്ചത്. വ്യവസായ മേഖലയിലെയും ജനവാസ മേഖലയിലെ കെട്ടിടങ്ങളും ടൊർണഡോയിൽ തകർന്നു. വലിയ കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ പറന്നു വീണ് സമീപത്തെ ചെറിയ കെട്ടിടങ്ങളും തകർന്നു. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.